എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പോൾ മെയ് 31 ഏഞ്ചലിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. പക്ഷെ അന്ന് ചർച്ചിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഇന്ന് ഇറങ്ങിയതാണ്. മണി 7 ആയി, 8:30 അവിടെ അടയ്ക്കും. അതിന് മുന്നേ എത്തണം. പക്ഷെ പതിവില്ലാതെ ഇന്ന് ബസ്സൊന്നും കിട്ടുന്നില്ല. അത് നോക്കി ഞങ്ങൾ ഇരിക്കുകയാണ്. ബസ് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നേരമായി. സാധാരണ സ്ഥിരം വരുന്ന ബസ്സുകളൊന്നും ഇപ്പോൾ കാണാനില്ല. ഇതിന് പറയാനുണ്ട്, ബസ് കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ ഓട്ടോയിൽ പോകാൻ നമുക്ക് പറ്റുമെങ്കിൽ പള്ളിയിൽ കയറും, ഓപ്പൺ ആണെങ്കിൽ. ഇല്ല എങ്കിൽ എവിടെയെങ്കിലും പോകും. അങ്ങനെ നിന്ന് തന്നപ്പോൾ ഞങ്ങൾ ഊബർ പിടിച്ചു. മഹാരാജാസ് മെട്രോ സ്റ്റേഷനടുത്ത്. അപ്പോൾ അവിടെ ഇറങ്ങി നേരെ എടപ്പള്ളിയിലോട്ട് പോയി. 8:30 പള്ളി അടയ്ക്കുന്നത്. 8 മണിയായിട്ട് ഞങ്ങൾ മെട്രോയിൽ തന്നെ ആയിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യം പോലെ 8:10 ആയപ്പോൾ പള്ളിയിലെത്തി. ഞങ്ങൾ തൊഴുതിറങ്ങി ഒരു 5 മിനിറ്റ് കഴിഞ്ഞതും പള്ളി അടച്ചു. അപ്പോൾ എന്തോ ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു തൊഴാനായിട്ട്. പിന്നെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാനും ചഞ്ചലയും ആദ്യമായിട്ടാണ് ഈ പള്ളിയിൽ പോകുന്നത്. അപ്പോൾ കുറേ നേരം ഞങ്ങൾ ആ കൺസ്ട്രക്ഷനും അതിൽ ഓരോ കാര്യങ്ങളും നല്ലപോലെ അഡ്മയർ ചെയ്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ തൊഴുത് ഫോട്ടോസൊക്കെ എടുത്തു കുറച്ച് നേരം അവിടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്തു. അത്രയ്ക്ക് പീസ്ഫുള്ളായിരുന്നു അവിടുത്തെ അറ്റ്മോസ്ഫിയർ. പറ്റുമെങ്കിൽ ഇനിയും പോകണം. ഒരു 8:45 ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഫുഡ് കഴിക്കാൻ പോകണം. ഹായ് ഗായ്സ്, ഇവിടെ ബസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്, പതിവില്ലാതെ. എന്താ പ്രശ്നമെന്ന് അറിയില്ല. സോ വി ഹാവ് റീച്ച്ഡ് JLN സ്റ്റേഡിയം. ഇവിടെ കുറേ ഫുഡ് സ്പോട്ട് ഉണ്ടെന്നാണ് ഏഞ്ചൽ വാദിക്കുന്നത്. ആ വാദം ശരിയാണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാം. എന്നെ ക്ലിയറായി കിട്ടുന്നുണ്ടാവില്ല, ബിക്കോസ് ഫ്രണ്ട് ക്യാമറ ഈസ് നോട്ട് ദാറ്റ് ഗുഡ്. നോക്കാം, ബൈ. ഏഞ്ചൽ അവിടെ കാണാൻ പാടില്ലാത്ത എന്തോ കണ്ടു. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പം ഞങ്ങൾ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല മഴയായിരുന്നു. കുറേ കടകളൊക്കെ അടവുമായിരുന്നു. ഉദ്ദേശിച്ച കടകളൊന്നും കിട്ടിയില്ല. പിന്നെ ഓൾമോസ്റ്റ് പറ്റിയ കടകളൊക്കെ കയറി. അങ്ങനെ 49 കയറി, ലവ് കട്ട്ലറ്റോ അങ്ങനെ എന്തോ കയറി. അങ്ങനെ 2-3 കടയിൽ കയറി. പിന്നെ ലാസ്റ്റ് എനിക്ക് ചാട്ട് കഴിക്കാൻ തോന്നി, അങ്ങനെ എത്തി. ഹായ് ഗായ്സ്, വി ആർ ബാക്ക്. കുറച്ച് ഷോപ്സൊക്കെ ക്ലോസ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഉദ്ദേശിച്ച ബുദ്ധി കഫേ കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് തോന്നി. നമ്മൾ ഈ ലൈറ്റായിട്ട് കഴിക്കാൻ വന്നതായതുകൊണ്ട് അത് നമ്മൾ ട്രൈ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. സോ നമ്മുടെ ഇപ്പം ചാട്ട് സേവ് പൂരി കഴിക്കാൻ താമസിയാതെ തന്നെ സാധനം നമ്മുടെ കയ്യിലെത്തി. ഇനി ട്രൈ ചെയ്ത് നോക്കാം. How is it? അങ്ങനെ അന്വേഷിച്ച് നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഹാസ് റീച്ച്. ദാറ്റ് ഈസ് അഴീകി മന്തി. അൽഫാം മാത്രമേ ഉള്ളൂ. അൽഫാം മന്തിയാണോ ഉള്ളത്? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ നിർബന്ധിച്ചു, അതുകൊണ്ട് ഞാൻ കഴിക്കാം. അത് കഴിച്ച് രാത്രി ഹോസ്റ്റലിൽ കിടന്നിട്ട് എനിക്ക് പെച്ചക്കെന്ന് പറയുന്നത് കേൾക്കാൻ വയ്യാതുണ്ടാവും. നമ്മളപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ആർ വെയിറ്റിംഗ്. മണി ഇപ്പം 11 ആകുമ്പോൾ ഗൈസ്. പിള്ളേർക്ക് രാത്രി എന്താ കാര്യം? രാത്രി നമ്മളിങ്ങനെ കറങ്ങി നടക്കുക, ഫുഡ് കഴിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ പരിപാടി. 11 മണിക്ക് എന്താ പരിപാടി വെളിയിൽ? 11 മണിക്ക് എന്താ പരിപാടി? കൈവിട്ടല്ല പരിപാടി. അതേ ലീലാവടി. വീട്ടിൽ ചോദിക്കാനും പറയാൻ ആരുമില്ലേ? ചാട്ട് കഴിച്ച് നേരെ പോയത് അറേബ്യൻ പാലസിലോട്ടാണ്. മന്തി കണ്ടപ്പോൾ വീഡിയോയുടെ കാര്യം മറന്നുപോയി. കഴിച്ച് പകുതിയായപ്പോഴാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ 11 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. പിന്നെ മഴയും ഒക്കെ ആയപ്പോൾ ഊബർ കിട്ടാനും ബുദ്ധിമുട്ടായി. ഡ്രൈവർ പുതിയതായതുകൊണ്ട് ആൾക്ക് സ്ഥലം അത്ര പരിചയം ഉണ്ടായില്ല. അപ്പോൾ 11:45 12 മണിയായി ഞങ്ങൾ ഹോസ്റ്റലെത്തിയപ്പോൾ. വാർഡൻ വലിയ സീനില്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇത് ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ശരിക്കണം, ബൈ.